ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 33-ാം ദശകത്തിലെ 8-ാം ശ്ലോകത്തെ കാണാം. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാൻ അഹം ഋഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷ പദമേവ ഭജേതി ഭൂമൻ. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. ഹേ ഭൂമൻ, സർവൈശ്വര്യ സമ്പൂർണനായ അല്ലയോ ഭഗവാനെ, ഭൂയഃ ഭവൻ നിലയമേത്യ നമന്തം മുനിം ഭവാൻ ഇതി പ്രോജേ. പിന്നെ അങ്ങയുടെ വാസസ്ഥാനമായ വൈകുണ്ഠലോകത്തെ പ്രാപിച്ച് നമസ്കരിക്കുന്ന ആ മഹർഷിയോട് നിന്തിരുവടി ഇപ്രകാരം പറഞ്ഞു. ഹേ ഋഷേ, അല്ലയോ മഹർഷേ, അഹം ഭക്തദാസഃ നനു, ഞാൻ ഭക്തജനങ്ങൾക്ക് അധീനനാണല്ലോ. ജ്ഞാനം തപഃ ച വിനയാന്വിതമേവ മാന്യം യാഹി അംബരീഷപദമേവ ഭജ. ജ്ഞാനവും തപസ്സും വിനയത്തോടുകൂടി ചേർന്നിരുന്നാൽ മാത്രമേ മാനിക്കത്തക്കതായി തീരുകയുള്ളൂ. അങ്ങ് ഇപ്പോൾ പോയിക്കൊള്ളുക, അംബരീഷന്റെ പാദങ്ങളെ തന്നെ ആശ്രയിക്കുക. ബ്രഹ്മാവിനാലും ശ്രീരുദ്രനാലും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ദുർവാസസിന്റെ പ്രതീക്ഷ നശിച്ചു. ഇനി വൈകുണ്ഠവാസനായ ഭഗവാനെ തന്നെ ആശ്രയിക്കാം എന്നു തീരുമാനിച്ചു. കാരണം സുദർശനം അവിടുത്തെ ആയുധമാണല്ലോ. അച്യുത, അനന്ത, ഗോവിന്ദ എന്നിങ്ങനെ ചക്രത്തിൻ്റെ താപമേറ്റ് തളർന്ന എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് വൈകുണ്ഠലോകത്തിലേക്ക് ആ മഹർഷി എത്തിച്ചേർന്നത്. സഹസ്രകോടി സൂര്യന്മാരുടെ ചൂടും പ്രഭയുമാണ് സുദർശന ചക്രത്തിന്. ആ ചൂടുകൊണ്ട് പുറം മുഴുവൻ പൊള്ളി വലിയ കുമിളകളായി തുടങ്ങിയിരുന്നു. അങ്ങയുടെ തൃക്കാലടിയിൽ വീണുകിടന്ന് ലോകരക്ഷക, നിഗ്രഹാനുഗ്രഹ സമർത്ഥനായുള്ളവനെ, അപരാധം ചെയ്ത് എന്നെ രക്ഷിക്കണമേ എന്നിങ്ങനെ അഭയം പ്രാപിച്ച ആ മഹർഷിയോട് അങ്ങ് ഇപ്രകാരം അരുളി ചെയ്തു. അഹം ഭക്തപരാധീനോ ഹി അസ്വതന്ത്ര ഇവ ദ്വിജ. അല്ലയോ മഹർഷി, അങ്ങേക്കറിയില്ലേ, ഞാൻ ഭക്തദാസനാണ്. നനു ഭക്തദാസഃ, ഞാൻ എൻ്റെ ഭക്തൻ്റെ അടിമയാകുന്നു. ലോകം മുഴുവൻ എന്നെ പൂജിക്കുന്നു, ഞാനോ എൻ്റെ ഭക്തനെ പൂജിക്കുന്നു. ഞാൻ ഭക്തദാസനായതിനാൽ അവർക്ക് വിധേയനായിട്ടല്ലാതെ ഇരിക്കുകയുമില്ല. മുകുന്ദമാലയിൽ പറയും, ത്വദ്ഭക്ത ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ. ഭഗവാൻ തൻ്റെ ഭൃത്യൻ്റെ പരിചാരകനാണ്. ഇതിന് ദൃഷ്ടാന്തമല്ലേ രാജസൂയയാഗം നടക്കുമ്പോൾ ധർമ്മപുത്ര രാജാവിനു വേണ്ടി ഭഗവാൻ ഭക്തന്മാരുടെ പാദം കഴുകിയത്. അഹം ഭക്തപരാധീന, ഞാൻ ഭക്തൻ്റെ അടിമയാണ്. അതുമാത്രമല്ല, ഭഗവാന് അജിതൻ എന്നൊരു നാമമുണ്ട്. അജിതജിത സമമതിവി. സമബുദ്ധിയുള്ള ഭക്തന്മാർക്ക് അല്ലാതെ ഭഗവാനെ ജയിക്കുവാൻ സാധ്യമല്ല. എങ്ങനെയുള്ള ഭക്തന്മാർക്ക്? ശ്രീമദ് ഭാഗവതം പറയും, ഏതാരാകാരപുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം ഹിത്വാ മാം ശരണം യാതാഹ കഥം തെക്തുമുത്സഹേ. ഏതൊരുത്തരാണോ ഭാര്യ, ഭവനം, മക്കൾ, ബന്ധുക്കൾ, ജീവൻ, പ്രാണൻ, ധനം, ഇഹലോകത്തെയും പരലോകത്തെയും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നുവോ അവരെ കൈവിടുവാൻ എങ്ങനെ ഞാൻ ഉത്സാഹിക്കും? ഭക്തന്മാരെ ഉപദ്രവിക്കുന്നവർക്കുണ്ടാകുന്ന ദുരിതത്തെ മാറ്റുവാൻ എനിക്ക് കഴിയുകയില്ല. തന്നെയുമല്ല, ഒരുവൻ കേവലം ജ്ഞാനിയും തപസ്വിയും ആണെന്ന് വരികിലും വിനയമില്ലെങ്കിൽ അവൻ്റെ ജ്ഞാന തപസ്സുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വിനയത്തോടുകൂടിയ ജ്ഞാനവും തപസ്സും മാത്രമേ ശ്ലാഘ്യമാകുന്നുള്ളൂ. അതായത് അറിവും തപസ്സും വിലയുള്ളതായി പ്രയോജനപ്പെടണമെങ്കിൽ വിനയം ആവശ്യമാണ്.
വിനയമില്ലാത്തവൻ്റെ അറിവും തപസ്സും അവർക്കു തന്നെ ശത്രുക്കളാണ്. ഇത് ദുർവാസസിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. കാരണം ദുർവാസസിന് പരമമായ ജ്ഞാനമുണ്ട്, ഉഗ്രമായ തപസ്സുണ്ട്, പക്ഷേ വിനയമില്ല. ചൈതന്യ മഹാപ്രഭു ശിഷ്ടാഷ്ടകത്തിൽ ഇപ്രകാരം പറയുന്നുവല്ലോ: തൃണാദവി സുനീചേത തരോരഭി സഹിഷ്ണുത അമാനിനാമാനദേന. ഒരു ഭക്തനാണെങ്കിൽ അയാൾക്ക് പുല്ലിനേക്കാൾ വിനയം വേണം. ഒരു മരത്തിനെ പോലെയെല്ലാം സഹിക്കുവാനുള്ള ശക്തി വേണം. ഭക്തന്മാരെ ബഹുമാനിക്കുവാനുള്ള മനസ്സ് വേണം. വിനയം, സഹിഷ്ണുത, അഹങ്കാരമില്ലായ്മ, ഇത് 3 ഗുണങ്ങളാണ് ഒരു ഭക്തന് വേണ്ടത്. ഇതിലേറ്റവും പ്രധാനം വിനയമാണ്. സജ്ജനങ്ങളെ കാണുമ്പോൾ ലജ്ജ കൂടാതെ വീണു നമിക്കണം എന്ന് പൂന്താനം. അഹങ്കാരം പോയാലേ നമസ്കരിക്കുവാൻ കഴിയൂ. ദുർവാസസിന് ഈ 3 ഗുണങ്ങളുമില്ല. വിനയമില്ല, ഭക്തനെ ബഹുമാനിക്കുവാനുള്ള മനസ്സില്ല, ചെറിയ ദുഃഖം പോലും സഹിക്കുവാനുള്ള ശക്തിയുമില്ല. അംബരീഷൻ ഭക്ഷണം കഴിക്കാൻ വിനയപൂർവ്വം ക്ഷണിച്ചതാണ്. പക്ഷേ ദുർവാസസിന് അത് മനസ്സിലായില്ല. അഹങ്കാരം തോന്നി. അതുപോലെ ചെറിയ അപമാനം പോലും സഹിക്കുവാനുള്ള ശക്തിയില്ല. താൻ വരുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചു എന്ന് തെറ്റായ ധാരണ വന്നപ്പോൾ തന്നെ മനസ്സ് കലങ്ങി, കോപം വന്നു. അഹങ്കാരം കൊണ്ട് ശാപവാക്കുകൾ ഉതിർത്തു. ഭക്തനെ ബഹുമാനിക്കുവാനുള്ള മനസ്സുമില്ല. അതിനാൽ മേൽപ്പത്തൂർ പറയുന്നു: ജ്ഞാനം തപശ്ച വിനയാന്യതമേവ മാന്യം. ജ്ഞാനമായാലും തപസ്സായാലും വിനയം ഇല്ലെങ്കിൽ അത് ബഹുമാനിക്കപ്പെടുകയില്ല. അത് അഹങ്കാരത്തിന് കാരണമാവുകയും ചെയ്യും. ഉദാഹരണമായി രാവണൻ, ഹിരണ്യകശിപു തുടങ്ങിയ അനേക അസുരരാജാക്കന്മാരുടെ തപസ് വിനയമില്ലാത്തതിനാൽ അഹങ്കാരമായി മാറിയില്ലേ? അതുപോലെ ഭരത-രഘുഗണ കഥയിൽ നമുക്ക് കാണാം, രഘുഗണൻ അറിവ് ആർജിച്ചിരുന്നു. എങ്കിലും അഹങ്കാരം കൊണ്ട് മഹാത്മാവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. വിദ്യ കൊണ്ട് വിനയമാണ് ഉണ്ടാകേണ്ടത്. വിദ്യാദദാമി വിനയം എന്നാണ്. പഠിക്കും തോറും എനിക്ക് ഒന്നും അറിയില്ല എന്ന ബോധം തെളിഞ്ഞു വരണം. ഞാൻ എല്ലാം അറിഞ്ഞു എന്ന തോന്നലല്ല ഉണ്ടാകേണ്ടത്. അതായത് വിദ്യ കൊണ്ട് ഉണ്ടാകേണ്ടത് വിനയമാണ്. തപസ് കൊണ്ട് ഉണ്ടാകേണ്ടത് കാരുണ്യമാണ്. ഇത് രണ്ടും ദുർവാസസിന് ഇല്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദോഷവും. മത് ഭക്തേച്ഛതി മദ്വിനാന്യത് എന്ന് ഗീത. എൻ്റെ ഭക്തൻ എന്നെ അല്ലാതെ മറ്റൊന്നും ആശ്രയിക്കില്ല. പരപീഡിത തൽപരനും ദുർവിനീതനുമായ ഹേ ദുർവാസസേ, അങ്ങേക്ക് ആത്മജ്ഞാനവും തപശക്തിയും ഉണ്ടായിട്ട് എന്തു പ്രയോജനം? അങ്ങ് ഇവിടെ നിന്നും വേഗം പോയിക്കൊള്ളുക. ഏതൊരു അംബരീഷനെ അങ്ങ് അപമാനിച്ചുവോ, നിഗ്രഹിക്കുവാൻ ഉദ്യമിച്ചുവോ, ആ അംബരീഷൻ്റെ പാദങ്ങളെ തന്നെ ആശ്രയിക്കുക. ശത്രുക്കളിലും മിത്രങ്ങളിലും ഒരുപോലെ സമചിത്തനായ ആ രാജർഷി അങ്ങേക്ക് അഭയം നൽകുന്നതാണ്. സുദർശനം എൻ്റെ കാലമാണ്. എൻ്റെ കാലത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷ നേടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: ഭഗവത് ഭക്തന്മാരെ ആശ്രയിക്കുക. അംബരീഷൻ വിനയവാരിധിയാണ്. ദുർവാസസ് നേരെ വിപരീതശീലനും. വിനയത്തിൻ്റെ മുൻപിൽ തലകുനിച്ചാലേ തപസ്സും അറിവും പൂർണ്ണമാവുകയുള്ളൂ. അതാണ് ദുർവാസസിന് മടങ്ങിപ്പോവേണ്ടി വന്നത്. ഹേ ഭൂമൻ, സർവ ഐശ്വര്യസമ്പൂർണനായ അങ്ങേക്ക് ദുർവാസസിനെ ആ ഘട്ടത്തിൽ രക്ഷിക്കുവാൻ യാതൊരു പ്രയാസവുമില്ലായിരുന്നു. എങ്കിലും സ്വഭക്തൻ്റെ കീർത്തി, യോഗ്യത ലോകം കാണട്ടെ എന്ന് കരുതി. അതിനാൽ ഭക്തദാസ്യം കൈക്കൊണ്ട് സ്വപ്രവൃത്തി കൊണ്ട് തന്നെ ഉപദേശിച്ച് ആ മഹർഷിവര്യൻ്റെ അഹങ്കാരം നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലയോ ഗുരുവായൂരപ്പ നിന്തിരുവടി ഈ വിധം അരുളി ചെയ്തത്. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഒരു നാമം അമാനോ മാനദോ മാന്യ. തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ. ഭീഷ്മപിതാമഹനെ കൊണ്ട് യുധിഷ്ഠിരന് ധർമ്മം ഉപദേശിപ്പിച്ചില്ലേ?
ഭഗവത് ഭക്തന് എവിടെ ചെന്നാലും ആദരവ് കിട്ടും. കാരണം ഭഗവാൻ തൻ്റെ ഭക്തനെയാണ് പൂജിക്കുക. മദ്ഭക്ത പൂജയെ അഭ്യധിക. തൻ്റെ ഭക്തൻ്റെ കീർത്തി എന്നും നിലനിർത്തുവാൻ വേണ്ടി. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാൻ അഹം ഋഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷ പദമേവ ഭജേതി ഭൂമൻ. ഓം തത്സദ്. ഹരി ഓം.